എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പ്രാവശ്യം പോകുമ്പോ പഠിക്കുമല്ലോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താ ഇനി അത് മതി തീരുമാനിക്കും? അങ്ങനെയല്ല. ഇതെന്തിനാണെന്നറിയോ? 80 to 90% ഫുഡിന് മാത്രമാണ്. 1,42,000 rupees ഉണ്ട്. അതിന് ഫുഡ് നോർത്ത് കൊറിയയിലാണോ പോകുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങള്. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നിങ്ങൾ ഇനി നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട്, ഒരു മാസം മേളിൽ കഴിഞ്ഞിട്ട് ഇനി എന്റെ വ്ളോഗിൽ കൂടെ കൊച്ചി അല്ലെങ്കിൽ നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കാണുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഒരു സോളോ ട്രിപ്പ് പോവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പ്രാവശ്യം പോകുമ്പോ പഠിക്കുമല്ലോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താ ഇനി അത് മതി തീരുമാനിക്കും? അങ്ങനെയല്ല. എന്തൊരു പാടാ, എന്തൊരു പാടാ. ഷോ പ്രിയ ഇല്ലല്ലോ, ഇല്ലല്ലോ. പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ ആൾക്കാരില്ലേ? അത് വേണ്ട, ഞാൻ ലൈവ് ഇട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സംസാരിച്ചോളാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇത് എക്സാക്ട്ലി 8 months മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണ്. 8 months ആയിട്ട് കണ്ടിന്യൂസ് പ്ലാനിങ് ആണ്. എന്റെ ലൈഫിലെ ഏറ്റവും എക്സ്പെൻസീവ് ട്രിപ്പുമാണ്, ഏറ്റവും എക്സോട്ടിക് ട്രിപ്പുമാണ്, ആഗ്രഹിച്ച സ്ഥലമാണ്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ്. അതിന് സേവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ. കാരണം ഈ പോകുന്ന സ്ഥലം ഇസ് നോട്ട് എക്സാക്ട്ലി ചീപ്പ്. പിന്നെ 32 ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യൂ ഏത് സ്ഥലമാണ് ഗസ് ചെയ്യണം. പിന്നെ അമേരിക്ക അല്ല, മെസ്സിയൊന്നും കിട്ടിയില്ലല്ലോ. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ദില്ലുവിനെ നിങ്ങൾ ഇതുവരെ കണ്ടു കാണില്ല ഈ പാക്കിംഗ് വീഡിയോയില്. അതുകൊണ്ട് അവർക്ക് സ്ഥലം മനസ്സിലാകും ഏത് സ്ഥലമാണ് അല്ലെ. പ്രിയ അത്ഭുതത്തോടെ എങ്ങനെ നോക്കിയോ, പ്രിയ ഒന്നും എന്റെ പാക്കിംഗ് കണ്ടിട്ടില്ല. സോ അത് മാത്രമല്ല, വേറൊരു കാര്യം, ഇതില് കറൻസി കാണിക്കാൻ പറ്റില്ല. ഇത് കറൻസിയാണ്. ഇതില് എക്സാക്ട്ലി 1,42,000 rupees ഇന്ത്യൻ റുപ്പീസ് ഉണ്ട്. ഞാൻ ഷോ ഒന്നും കാണിക്കല്ല, കാര്യം പറയാ. അതെങ്ങനെ തികയും? ഇല്ല, അത് എന്താണെന്നറിയോ, ഈ എന്റെ ടിക്കറ്റ്സ് ഓൾറെഡി പെയ്ഡ് ആണ്. പിന്നെ അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ പെയ്ഡ് ആണ്, ഹോട്ടൽ അക്കോമഡേഷൻസ് പെയ്ഡ് ആണ്. ഇതെന്തിനാണെന്നറിയോ? 80 to 90% ഫുഡിന് മാത്രമാണ്. 1,42,000 rupees ഉണ്ട്. അതിന് ഫുഡ് മാത്രം 1 lakh ഓൾമോസ്റ്റ് ഫോർ ഫുഡ് ആണ്. എന്നിട്ട് 42 ഷോപ്പിങ്ങിനാണ്. അതൊന്നും അറിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ ഫുഡിന്റെ സ്ഥലമാണ്. ഫുഡിന്റെ വ്ളോഗും കാണും. ഓക്കെ, അപ്പൊ I am too excited to watch. I am actually so nervous. ഞാൻ ഈ പ്ലാൻ ചെയ്ത് എവറി ഡേ ഏത് ട്രെയിൻ, ഏത് മിനിറ്റ്, ഏത് സെക്കൻഡ് വരെ ഞാൻ പ്ലാൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആ സെക്കൻഡിന് കേറില്ലെങ്കിൽ അത് പോകും. ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യില്ല. സോ അത്രയും ഒരു ദിവസം 2 വ്ളോഗ് ഒക്കെ എടുക്കാനുള്ള രീതിയിൽ ഒരുപാട് പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് ഇത് ഒരു രീതിയിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി പോകാൻ കുറച്ച് പാടാണ്. കാരണം പ്രിയക്ക് ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതല്ലാതെ നമ്മുടെ ഷോപ്പിന്റെ പണി നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ ഇത് പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ ട്രാവൽ സീരീസിനാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അത് മാത്രമല്ല, ദില്ലു ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ വിചാരിച്ചു അല്ലേ, എന്റെ ഹെൽത്ത് പ്രോബ്ലം കാരണം. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, എന്തായാലും പോണം. എന്താ വെച്ചാൽ അത്രയ്ക്ക് ആഗ്രഹിച്ച ഒരു സ്ഥലം. അപ്പൊ ആദ്യം തന്നെ ബാക്കിയെല്ലാം കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പുതിയ കളക്ഷനിലെ മെയിൻ സംഭവം കാണിക്കണം. ഈ കളർ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുമല്ലോ. ഡ്യൂറോസെല്ലിന്റെ പവർ ബാങ്ക് ഞാൻ വാങ്ങി. എനിക്ക് ഏറ്റവും ആസ് എ ബ്ലോഗർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ലൊരു പവർ ബാങ്ക് ആണ് ഉള്ളത്. ഇത് സ്ലിമ്മസ്റ്റ് പവർ ബാങ്ക് ആണ്. 20,000 mAh ആണ്. നമ്മുടെ പണ്ടത്തെ ഓർമ്മയുണ്ടോ? ഭയങ്കര മണ്ണുമായിരുന്നില്ലേ? അതൊന്ന്. രണ്ടാമത് ഇതിൽ ഓട്ടോ പ്രൊട്ടക്ട് ഉണ്ട്. ഓവർ ചാർജിങ്, ഷോർട്ട് സർക്യൂട്ട് ഒന്നും ആവില്ല നമ്മുടെ ഡിവൈസ്. അതാണ് നമുക്ക് ഏറ്റവും വലുത്. അല്ലെങ്കിൽ നമുക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. പിന്നെ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 2 ഡിവൈസ് ഒരുമിച്ച് ചാർജ് ചെയ്യാവേ. ഇതില് നമുക്ക് USB A ഉണ്ട്, USB C ഉണ്ട്. ഏത് ഔട്ട്പുട്ട് ആയിട്ട്, ഇൻപുട്ട് ആയിട്ട് മൈക്രോ USB ഉണ്ട്, അല്ലാതെ USB ടൈപ്പ് C ഉണ്ട്. സോ എല്ലാ രീതിയിലുള്ള ചാർജിങ് പോർട്ടും ഉണ്ട്. 22.5 volts നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. 2 years വാറന്റി ഉണ്ട്. 2 years. അപ്പൊ ഇത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ 2 years. മെയിൻ തിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്യൂറസെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വർഷങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ അതിന്റെ കൂടെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു പവർ ബാങ്ക് വേണമെങ്കിൽ ഞാൻ പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാം, നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഈ ഡ്യൂറോസെല്ലിന്റെ പവർ ബാങ്ക് ഇമീഡിയറ്റ്ലി വാങ്ങുക. കാരണം ഞാൻ ഇപ്പൊ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്, കിഡിലെ സംഭവമാണ്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാൻ. ഓക്കെ, എന്തായാലും എല്ലാ വ്ളോഗും ഞാൻ വിടാതെ, എനിക്ക് ആ സ്ഥലം കാണാനുള്ള ആഗ്രഹം കൊണ്ട് വിടാതെ ഞാൻ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും വേണം, അത്രയ്ക്ക് പറയുള്ളൂ. കാരണം ഞങ്ങൾ ഞങ്ങളുടെ
ട്രാവൽ വ്ളോഗ്സ് മര്യാദയ്ക്ക് ചെയ്തിട്ട് കുറെ ആയി. ഇത് ഒരു പ്രോപ്പർ എപ്പിക് ട്രാവൽ വ്ളോഗ് ആയിരിക്കും. എങ്ങനെ ആ സ്ഥലത്ത് പോവാം അല്ലേ? എവറിത്തിങ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഞാൻ മൂന്ന് ബഡ്ജറ്റ് ഈ സ്ഥലത്ത് പോകാൻ പറ്റിയില്ല, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷെ തീരെ ഈ ഡോമെട്രി അങ്ങനത്തെ ഒരു ലെവലായിരിക്കില്ല, ഒരു ബാക്ക് പാക്കിംഗ് ലെവലായിരിക്കില്ല. പക്ഷെ ഒരു ഫാമിലി, ഒരു കപ്പിളായിട്ട് അല്ലെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും, സുഖമായിട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ദിവസത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇത് എന്റെ പാക്കിംഗ് ആണ്. ഞാൻ ഇങ്ങനത്തെ ബാഗ്സ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതില് ഓരോന്നായിട്ട് പാക്ക് ചെയ്യണം. കാരണം പെട്ടി ഈ പോകുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലില് നിങ്ങൾ ഭയങ്കര റിച്ച് അല്ല ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 10,000 വരെയൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൂ എങ്കിൽ പെട്ടി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കൊണ്ടുപോകണ്ട. സോ പെട്ടി തുറക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു പുതിയ ബാക്ക് പാക്ക് വാങ്ങി. ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബാക്ക് പാക്ക് ആണ്. ഇതില് ഒരു മാസത്തേക്ക് പോകുന്ന കൊണ്ടിട്ട് അല്ലേ? അതെ, അത് മാത്രമല്ല പെട്ടി വെക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനത്തെ സാധനം വെക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എന്റെ ഒരു ബാക്ക് പാക്ക് കൊണ്ട് ഏറ്റവും വലുത് വാങ്ങിയത്. സോ നല്ലൊരു ബാക്ക് പാക്കിൽ ഇതുകൊണ്ട് ബാക്കിൽ മെറ്റൽ റോഡ് കാണും, വളയാതിരിക്കാൻ. നമ്മുടെ ബാക്കിന് ഒരുപാട് സ്ട്രെയിൻ വരാതിരിക്കും, ഈക്വൽ ആയിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷന്. പിന്നെ ഇതില് ഈ ഒരു ചെറിയ ബാഗ് ഉണ്ട്, ഈ ബാക്ക് പാക്ക് ഫ്രണ്ടില്. സോ ഇത് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഊരിയെടുക്കാം. മനസ്സിലായോ? അത് കൊള്ളാം. അതുപോലെ തന്നെ ഇതൊരു ഔട്ട്ഡോർ ഗിയറോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞത് പുതിയ വാങ്ങിയതാ. ട്രിപ്പോൾ എന്ന് പറഞ്ഞതോ എന്തായാലും 3 വർഷം വാറന്റി ഒക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയാം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് കാര്യമില്ല. അതെ, ആദ്യം മെഡിസിൻസ് ഒക്കെ എടുത്താ. ഞാൻ പറയട്ടെ. അപ്പൊ ഇതാണ് എന്റെ ട്രാവൽ പാർട്ട്ണർ. ഇനി ഇതല്ലേ എന്റെ ട്രാവൽ പാർട്ട്ണർ. ഇങ്ങനെ ബ്രേക്ക് ആഗ്രഹം ഹഗ്ഗിയൊക്കെ ആരെങ്കിലും വേണമെങ്കിൽ ഇതിനെ മാത്രമല്ലേ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ട്. ബാഗ്സില് പൗച്ചസ് എന്റെ ഒരു മാസത്തെ ക്ലോത്തിങ് ആണ് ഇതിനകത്തല്ല. ഇതിലിപ്പോ വന്നിരിക്കുന്നത് തുറന്നു നോക്കണം. എന്റെ ജീവിതത്തില് 11 വർഷമായിട്ട് ആദ്യമായിട്ട് ദില്ലു ഇത്രയും വെൽ പ്ലാൻഡ് പാക്കിംഗ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടിട്ടില്ല ഇന്നേ വരെ. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് കാണുമെന്ന് തോന്നുന്നില്ല അല്ലേ? അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട്. ഇതിൽ എന്റെ വീട്ടിലും പിന്നെ ജിമ്മല്ല എക്സസൈസ് ചെയ്യാനുള്ള ഡ്രസ്സസ് ആണ്. അവിടെ പോയി എവിടെ നേരം ഒറ്റയ്ക്കല്ലേ, സമയം ഇഷ്ടമാതിരി ഇല്ലെങ്കിലും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കൈവിട്ടു. പക്ഷെ അവിടെ ഇഷ്ടം പോലെ നടക്കാനില്ലേ? അത് നടക്കണം. എക്സസൈസ് ഒരു മിനിമം ഒരു സ്ട്രെങ്തിനും ഫ്ലെക്സിബിലിറ്റിക്ക് ഒക്കെ വേണ്ടിയേ. പിന്നെ ഇതില് ഷോർട്സ് അല്ല. Okay, so you write and keep on top that it is short. അതൊന്നും വേണ്ട, തുറന്നു നോക്കി അറിയാലോ. അറിയാലോ. Open everything. ഇല്ല, ഇതില് അണ്ടർവെയർസും സോക്സും. ഓക്കെ, പിന്നെ ഇതില് എന്റെ ക്യാമറ എക്വിപ്മെന്റ്സ്, ചാർജേഴ്സും ക്യാമറ എക്വിപ്മെന്റ്സും. ഇതില് എന്റെ വെളിയിലിടുന്ന ഷർട്ട്സ്. ഓക്കെ, ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ജാക്കറ്റ് ആണ്. ഇതെന്തിനാന്നറിയോ? നമ്മള് ചൂടത്തൊക്കെ പോകുമ്പോ. അവിടെ ചൂടാണോ തണുപ്പാണോ? രണ്ടും ഉണ്ട്. ഇത് SPF ഉള്ള ജാക്കറ്റാണ്. പുതിയൊരു ജാക്കറ്റ് ആയിട്ട് ഞാൻ വാങ്ങിയതാ. സോ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി നാട്ടില് ലൈറ്റ് മെറ്റീരിയലും ആണ്, ചൂടെടുക്കത്തില്ല, ഭയങ്കര വെയിലത്തിട്ടാ ഇല്ല, പ്രോപ്പർ SPF ഉള്ളതാ. സോ ദിസ് ഈസ് ലൈക്ക് അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് പോക്കോ, ഞാൻ വെയിലത്തിടാനുള്ള ഒരു ജാക്കറ്റ് ആണ്. പിന്നെ ഞാൻ 3 പാൻസേ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം എന്താ പെട്ടിയില് സ്ഥലമില്ല. അല്ല, പിന്നെ ഇഷ്ടമാതിരി സ്ഥലം വെച്ചിട്ട് ഞാൻ പോകുന്നു. അവിടെ പോയി വാങ്ങാൻ അല്ലേ? അതെ. 3 പാന്റും 1 ബ്ലാക്ക് 1 ബ്ലൂ. അല്ല, 2 ബ്ലാക്ക്. ഇതൊരു ജോഗർ ബ്ലാക്ക് ആണ്, ഒരു ബ്ലൂ ബ്ലാക്ക്. ഇത് നമ്മള് വാൻസിന്റെ ഒരു ഇത് കോർഡ്രോയ് പാൻസ്. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് എന്റെ സാറയുടെ ഒരു കാക്കി പാന്റ് ഓൾസോ വാങ്ങാലോ ജാക്കറ്റ്. ഓക്കെ, പിന്നെ എക്സ്പെൻസീവ് അല്ലേ സാധനങ്ങളൊക്കെ? എക്സ്പെൻസീവ് ആയിട്ടും കിട്ടും, പക്ഷെ ഔട്ട് ഓഫ് ദിസ് വേൾഡ് സ്റ്റൈല് കിട്ടും. പിന്നെ ചീപ്പായിട്ടും കിട്ടും. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു ബീനി, പിന്നെ ഒരു ന്യൂയോർക്കറിന്റെ തൊപ്പി, ആൻഡ് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനത്തെ കുറച്ച് ബാൻഡ്സ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ അണ്ടർ ആർമറിന്റെ ഒരു പൗച്ചാണ്. ഇത് ബാങ്കോക്ക് നിന്നാണോ? ഞാൻ ലാസ്റ്റ് ഡേ പോയി വാങ്ങിയതാ. ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഇതിന്റെ മുകളില് വെള്ളവും വെക്കാം, ഇതിന്റെ അകത്ത് ഇഷ്ടംമാതിരി പൈസയും വെക്കാം. അതെ, പൈസ അതെ കഴിഞ്ഞ ട്രിപ്പിന്റെ പൈസ ട്രെയിൻ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചോ. അതെ, അവിടെ
പൈസ എങ്ങനെയാണ് സൂക്ഷിച്ചോ? പൈസ, ബാഗ്, ഫോണ്. കാര്യം പറയാൻ പോയതാ, മനസ്സിലാവും. എന്താ? ഇല്ല അത് പിന്നെ പറയാം. അതെ, എനിക്കെന്താ വാങ്ങിച്ചോണ്ട് വരാൻ പോണെ? എന്ത് വേണം? എനിക്കൊരു എന്നെ തന്നെ കൊണ്ടുവരുമല്ലേ? അതൊക്കെ പഴയതായി. എനിക്കൊരു iPhone 15 വാങ്ങിച്ചോണ്ട് വരും. വേറെ ഒന്നും വേണ്ട എനിക്ക് വേറെ ഒന്നും വേണ്ട. ഒരു iPhone 15 അത്രേ ഉള്ളൂ. ഡ്രോൺ ഷോട്ട്സ് കാണില്ല, കാരണം ഡ്രോൺസ് ആ രാജ്യത്ത് അലൗഡ് ആണ്. പക്ഷെ ലൈസൻസ് ഒക്കെ എടുക്കണം, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഡ്രോൺസ് ഒന്നും കാണില്ല. പക്ഷെ 1.5 സ്ഥലമായിരിക്കും. അത് നോർത്ത് കൊറിയയിലാണോ പോകുന്നത്? റിവീൽ ചെയ്യില്ല ഇങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഇത് ഡ്രസ്സെല്ലാം എടുക്കാനുള്ള ബാഗ്, ഷൂസ് എടുക്കാൻ ഇനി വേറെ ബാഗ് വേണോ? അതായത് ദില്ലു ഡ്രസ്സിനെക്കാളും കൂടുതൽ എടുക്കുന്നത് ഷൂസാ. ഒരു 10 ഷൂസ് എങ്കിലും എടുക്കും. ഇത്തവണ എടുക്കുന്നില്ല, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനുണ്ട്. അവിടുന്ന് ഷൂസ് വാങ്ങുന്ന ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതെ, അപ്പൊ ഇവിടുന്ന് ഒന്നേ കൊണ്ടോളൂ. ഞാൻ ആ സ്കെച്ചേഴ്സ് ഇപ്പൊ പുതിയ ഒരെണ്ണം വാങ്ങിയില്ലേ, ഞാൻ കാണിച്ചെന്റെ ഷൂ ബ്ലോഗില്. ഈസി ആയിട്ട് ഊരാനും ഇടാൻ പറ്റിയത്, കാരണം എയർപോർട്ടിലൊക്കെ ഇടാൻ പറ്റും. കാരണം ഏകദേശം ഒരു 18-19 മണിക്കൂർ ഫ്ലൈ ചെയ്യണം. ഇപ്പൊ തന്നെ ആൾക്കാർ പറയാ എവിടെ. അപ്പൊ അത് ഊരണം ഇടണം അങ്ങനെയാണ്. അപ്പൊ 18-19 മണിക്കൂർ ഐ കനോട്ട് കോൾ യു. അയ്യോ, അല്ലെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണല്ലോ. അല്ല, ഒറ്റയ്ക്ക് പോകുമ്പോ കൊച്ചു എവിടെ എത്തി ചോദിക്കണ്ടേ. പിന്നെ ഇത് ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി ഞാൻ കഴിഞ്ഞ തവണ യൂറോപ്പിൽ പോയപ്പോ ഈ ട്രിപ്പ് ഓർത്ത് മാത്രം വാങ്ങിയ ഷൂസാ. അപ്പൊ തൊട്ടുള്ള പ്ലാനിങ്ങാ. വാക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ വീട്ടിനകത്തിട്ട് ഒരു 10-15 കിലോമീറ്റർ നടന്നു, ഒന്ന് ബ്രേക്ക് ആവാനൊക്കെ. ഭയങ്കര കംഫർട്ടബിളാ. ഇത് ഇടാനായിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഷൂ റാക്ക് അല്ല, ഷൂ പോക്കറ്റ് ഉണ്ട്. ഓക്കെ, ഏറ്റവും അടിയില്. അതല്ലാതെ ഇതിനോട് ഇതും ഉണ്ട്, ഈ ഒരു ചെറിയ പൗച്ച് കണ്ട. ഇത് നമ്മളിങ്ങനെ ഫ്രണ്ടിലിട്ട് കെട്ടുമ്പോ ഫോണൊക്കെ അതിലേക്ക് ഇടാം. ഇതിലില്ലാത്തൊന്നും ഇല്ല. ക്യാഷ് ഫോണൊക്കെ വെക്കാം പെട്ടെന്ന്. പിന്നെ അടിപൊളി, സൂപ്പർ. അപ്പൊ 2 ഷൂ ആകെ എടുക്കണുള്ളൂ. അത്രേ ഉള്ളൂ. അവിടെ പോയിട്ട് 5 എണ്ണം വാങ്ങിച്ചോണ്ട്. ഇല്ല, അത്രയൊന്നും ബഡ്ജറ്റ് ഇല്ല. ഷോപ്പ് പണിയൊക്കെ അല്ലേ. പക്ഷെ ഞാൻ 2 എണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. അതെ, പ്രിയക്ക് ഫോൺ വാങ്ങണമല്ലോ. അപ്പൊ ഇത്രയാണ് ഗൈസ് എന്റെ ഒരു ചെറിയൊരു പാക്കിംഗ് വ്ളോഗ് ആയിരുന്നു. നാളെ നമ്മൾ അടുത്ത വ്ളോഗ് തുടങ്ങുന്നത് എയർപോർട്ടിൽ നിന്നായിരിക്കും. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഫോർ യു ഫോർ എ മന്ത്. പിന്നെ എന്റെ കോസ്മെറ്റിക്സിന്റെ പൗച്ചും കൂടി ഉണ്ട്, അതൊന്ന് ലാസ്റ്റ് പാക്ക്. അത് അവിടെ പോകുമ്പോ ഇഷ്ടം പോലെ യു വിൽ ഗെറ്റ് കോസ്മെറ്റിക്സ്. Why you want to take it and carry it? കാര്യങ്ങൾ കൊണ്ടുപോകണം. നമ്മൾ സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്തല്ലോ. ഇപ്പോൾ എനിക്ക് സ്കിന്നൊക്കെ തിളക്കം കണ്ടു. ഇനിയിപ്പോ പോയി വരുമ്പോ അവിടുത്തെ ആളെ പോലെ വരും അല്ലേ? ഹോപ്പ്ഫുള്ളി. അപ്പൊ ഗൈസ്, എന്തായാലും നാളെ തൊട്ട് ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും. നിങ്ങൾ എല്ലാരും കാണണം. ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരും, കാരണം അവിടെ പോയി സംസാരിക്കാൻ ആരും കാണില്ല. മലയാളീസ് ഒന്നും. ഞാൻ ആക്ച്വലി ഇതിന്റെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയപ്പോ അവര് പറഞ്ഞത് എന്താണെന്നറിയോ, ഒരു വളരെ ഇപ്പൊ വേൾഡിൽ മലയാളീസ് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥലത്ത് വളരെ ലിമിറ്റഡും കുറച്ചൊരു സീസൺഡ് ട്രാവലേഴ്സ് മാത്രം പോകുന്ന രാജ്യമാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ കറൻസി കുറച്ച് പാടാണ്. എന്ത് അതൊക്കെ പിന്നെ പറയും. ഇപ്പൊ പറഞ്ഞ ആൾക്കാരെ കണ്ടുപിടിക്കില്ലേ. പക്ഷെ അങ്ങനെ അവിടെ മലയാളീസ് ഉണ്ടോ? വളരെ കുറവാണ്. ഉള്ളവരൊക്കെ 90% ഭയങ്കര ഹൈ പൊസിഷനിലും ആയിരിക്കും. സോ അങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യൊന്നും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഒരു മാസം മലയാളം ബ്ലോഗിൽ കൂടെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും വലിയൊരു ആങ്സൈറ്റി എന്താണെന്നറിയോ, എനിക്ക് വീട്ടിൽ നിന്ന് മാറിയിക്കല്ല, ഫാമിലിന്റെ അടുത്ത് നിന്ന് മാറിയിക്കാൻ ഭയങ്കര പാടാണ്. ക്യാൻസേറിയം ഭയങ്കര ഹോം സിക്നെസ് ആണ്. ഇത്രയും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലി എപ്പോഴും എനിക്ക് കൂടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആദ്യമായിട്ട് പോകുന്നത്, അതും ഇത്രയും ദിവസത്തേക്ക് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. അതിനോട് ഇത്രയും ദിവസം കൂടി ആയിപ്പോയി ആദ്യമായിട്ടാ. സോ ഐ ആം ഗോയിങ് ടു ബി ലോൺലി. അതിനുള്ള കാരണം ലിബിൻ പറ്റിച്ചതാ. അത് പിന്നെ പറയാം. ഒരു ചതിനായ ഒരു ഫ്രണ്ട് ഉണ്ട്, അതിന്റെ കഥ പിന്നെ പറയണം. പാരീസിലെ ലിബിൻ. ഓക്കെ, അപ്പൊ ഗൈസ്, ഇത് ഹോപ്പ്ഫുള്ളി യു ഗൈസ് വിൽ സപ്പോർട്ട് ദിസ് എൻറ്റയർ ജേർണി. കാരണം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശം മാത്രമാണ് ഞാൻ ഈ ബ്ലോഗ് സീരീസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി ഏബിൾ ടു ഡു ജസ്റ്റിസ്. നിങ്ങൾ എല്ലാ ദിവസത്തെയും 20-30 മിനിറ്റ് എനിക്ക് വേണ്ടി തരുമ്പോൾ അതിനുള്ള ഒരു വേർത്ത് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഇതുവരെ കാണാത്ത കാഴ്ചകളായിരിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ടു വാച്ച് that place. I'll do my best to bring the best of content. But definitely you have to promise me that you will take me next time. ആലോചിക്കട്ടെ.
അവിടെ പോയി നോക്കിയിട്ട് വരട്ടെ അല്ലേ? എല്ലാം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ. അല്ലെങ്കിൽ എന്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ മാത്രം സോളോ. ഓക്കെ ഗൈസ്, സോ എന്തായാലും നമുക്ക് നാളെ കാണാം. ആൻഡ് അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ഇത് പ്രിയനെ കാണുന്നത് നാളെ എയർപോർട്ടിൽ വെച്ച്. എയർപോർട്ടിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇവിടുന്ന് ബൈ പറയാം.